കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് ശക്തമായ മഴ തുടരുന്നു. അതിനിടെ കോഴിക്കോട് അരീക്കാട് വീണ്ടും റെയിൽവേ ട്രാക്കിൽ മരങ്ങൾ വീണു. ഇന്നലെ ട്രാക്കിൽ മരങ്ങളും വീടിന്റെ മേൽക്കൂരയും വീണതിനെ തുടർന്ന് 8 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചിരുന്നു. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് ജില്ലയിലെ റെഡ് അലർട്ടാണ്. ഇപ്പോഴും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ നാശനഷ്ടങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴിക്കോട് അരീക്കാട് വീണ്ടും റെയിൽവേ ട്രാക്കിൽ മരങ്ങൾ വീഴുന്നു. ഗതാഗതം പുനഃസ്ഥാപിച്ചോ? വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, കനത്ത മഴ തന്നെയാണ് ഇവിടെ തുടരുന്നത്. കോഴിക്കോട് അരീക്കാട് ഇന്നലെ ആനറോഡിന് സമീപത്ത് ഇന്നലെ റെയിൽവേ ട്രാക്കിൽ മരങ്ങൾ വീണതിന്റെ 100 മീറ്റർ അകലെയായിട്ടാണ് ഇപ്പോൾ മരം വീണിട്ടിരിക്കുന്നത്. അരീക്കാട് ഡീസൽ പ്ലാന്റിന് സമീപത്താണ് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി മരം വീണത്. ഇതിപ്പോൾ മുറിച്ചു നീക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അധികൃതരുള്ളത്. നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് റെയിൽവേ അധികൃതർ ഇത് മുറിച്ചു നീക്കുന്നത്. റെയിൽവേയുടെ ഇലക്ട്രൽ ഇൻസ്പെക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. നിലവിൽ ഭാഗികമായി ട്രെയിൻ ഗതാഗതം ഇവിടെ സ്തംഭിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ 2 പാളങ്ങളിലേക്കും മരങ്ങൾ വീണിരുന്നുവെങ്കിൽ ഇപ്പോൾ അരീക്കാട് ഡീസൽ പ്ലാന്റിന്റെ തൊട്ട് പിറകിലുള്ള വശത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽ ലേക്കാണ് ഇത് വന്ന് പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. അതേസമയം മറ്റ് രണ്ടാമത്തെ ട്രാക്കിലൂടെയുള്ള റെയിൽ ഗതാഗതം നടക്കുന്നുമുണ്ട്. ഇപ്പോൾ നാട്ടുകാരുണ്ട് നമ്മളോടൊപ്പം. ഇത് ഇന്ന് രാവിലെ എത്ര മണിയോടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു മരം വീഴുന്നത്? രാവിലെ 7:45 കൂടിയിട്ടാണ്. ചെന്നൈ മെയിൽ കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പേ ആണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ചെന്നൈ മെയിൽ ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളതെന്ന് നമ്മളെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ എന്ത് ചെയ്താണ് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ആ വണ്ടി പതുക്കെ എന്ത് ചെയ്തു കടന്നുപോയി. 7:45 കൂടിയിട്ടാണ് ഇത് കോഴിക്കോട് ഡീസൽ പ്ലാന്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള 2 വലിയ മരങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് മുറിഞ്ഞു വീണിട്ടുള്ളത്. ഇന്നലെ അരീക്കാട് ആനറോഡ് മാത്തോട്ടം ഭാഗത്ത് ഇന്നലെ 3 വൻമരങ്ങൾ കടപുഴകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജാംനഗർ എക്സ്പ്രസ് 50 മീറ്റർ അകലെ നിർത്തിയത് കൊണ്ട് മാത്രമാണ് മഹാദുരന്തം ഒഴിവായത്. ഇന്നിപ്പോൾ ചെന്നൈ എക്സ്പ്രസ് അല്ലേ? അന്ന് രാവിലെ ചെന്നൈ മെയിൽ അതിനുശേഷം പിന്നെ മാവേലി കടന്നുപോയി. ആ റെയിൽ കൂടെ പതുക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ട്രെയിനുകൾ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായി ഇങ്ങനെ ഈ അപകടം ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. തീർച്ചയായും വലിയ ആശങ്കയാണുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസൽ പ്ലാന്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മരങ്ങൾ ഒരുപാട് തണൽ മരങ്ങളാണ്. കാരണം പെട്ടെന്ന് കൊമ്പും ചില്ലയും പിന്നെ പൊട്ടി വീകാൻ പറ്റുന്ന മരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കാരണം റെയിൽവേൻ്റെ ശ്രദ്ധയിൽ പോലും എന്ത് ചെയ്യൂല പെടൂല. കാരണം വെച്ചാൽ ഒരു വനം മാതിരിയാണ് ഇപ്പോൾ കോഴിക്കോട് ഡീസൽ പ്ലാന്റ് ഉള്ളത്. പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ നടക്കുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഇത് തന്നെ ആയിരക്കണക്കിന് വവ്വാലുകൾ എന്തുണ്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ കേരളത്തിൽ പല ഭാഗത്തും നിപ്പ അടക്കമുള്ള സംഗതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും ജനങ്ങളുടെ എന്താണ് ഒരു ആശങ്കയാണ്. മറിച്ച് മാത്രമല്ല ഇങ്ങോട്ടേക്ക് ഒരു ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ ആംബുലൻസിനോ പെട്ടെന്ന് കടന്നു വരാനുള്ള ഒരു സൗകര്യവും എന്തില്ല, നിലവിലില്ല. ആനറോഡ് ഭാഗത്തുനിന്ന് വരുമ്പോൾ അവിടെ റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട് കാല് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് മാറ്റി കിട്ടണം. പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് തണൽ മരങ്ങൾ ഇവിടെ ഉണ്ട്. അത് റെയിൽവേ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ എന്ത് ചെയ്യണം, അതൊന്ന് പരിശോധിച്ചിട്ട് പിന്നെ മരങ്ങൾ എന്ത് ചെയ്യണം മുറിച്ച് മാറ്റാനുള്ള നടപടികൾ എടുക്കണം എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇന്നലെ രാത്രി ശക്തമായ കാറ്റുണ്ടായിരുന്നു. അതിൽ ഈ അരീക്കാട് ഒപ്പം തന്നെ ആനറോഡ് മാത്തോട്ടം ഭാഗങ്ങളിലെല്ലാം നിരവധി വീടുകൾക്ക് ഉൾപ്പെടെ കേടുപാട് സംഭവിച്ചു. ഒരുപാട് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. തലേന്നും ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് വീടുകൾക്ക് ഇനിയിപ്പോൾ ഒരുപാട് വീടിൻ്റെ മുന്നിലൊക്കെ അപകട സാധ്യത പതുങ്ങി നിൽക്കുകയാണ്. മേൽക്കൂര പോയ വീടുകൾ വേറെയുണ്ട്. കാരണം വെച്ചാൽ ഇന്നലെ റെയിൽവേ ഇത് വലിയ പ്രയോറിറ്റി ആയതിനെക്കൊണ്ട് നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ചെറിയ സംഗതികൾ നോക്കാൻ എന്തായിട്ടില്ല, സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ അതിൻ്റെ വർക്ക് തുടങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് രാവിലെ 7:45 കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴിതാ ഈ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള ഊർജിതമായ ഒരു ശ്രമത്തിലാണ് നാട്ടുകാർ ഒപ്പം തന്നെ റെയിൽവേ അധികൃതരും ഉള്ളത്. ഇനിയിപ്പോൾ ആ മരങ്ങൾ മരത്തിൻ്റെ ശിഖരങ്ങൾ ഓരോന്നായി മുറിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നൊരു ദൗത്യമാണ് റെയിൽവേ അധികൃതരെ സംബന്ധിച്ച് ഉള്ളത്. ഇന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന റെയിൽവേ ലൈനുകൾക്ക് കാര്യമായ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടുകാർ
കൂടാതെ തന്നെ റെയിൽവേ അധികൃതരും എല്ലാം തന്നെ ഇവിടെ സജീവമായി നിൽക്കുകയാണ്. ഇന്നലെ ഇതിൻ്റെ 100 മീറ്റർ അകലെയുള്ള ഭാഗത്താണ്, അരീക്കാട് ഭാഗത്താണ് ഇത്തരത്തിൽ മരങ്ങൾ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇക്കാര്യത്തിൽ റെയിൽവേ ജീവനക്കാരുടെ അധികൃതരുടെ അനാസ്ഥ എന്ന് പറയുന്നത്, ഇങ്ങോട്ടേക്ക് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ കടന്നു വരാനുള്ള വഴി റെയിൽവേ അധികൃതർ പൂർണ്ണമായും അത് 15 വർഷം മുൻപ് അത് നിർത്തലാക്കിയിരിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയ ദുരന്തമാണ്. 500-ലധികം കുടുംബങ്ങൾ വസിക്കുന്ന ഈ ഭാഗത്ത് ഒരു അടിയന്തരമായി ഒരു ആംബുലൻസ് പോലും എത്താനുള്ള സംവിധാനം റെയിൽവേ ഉദ്യോഗസ്ഥർ ഇടപെട്ട് മുടക്കി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. പൂർണ്ണമായും അങ്ങനെയൊരു മനുഷ്യത്വരഹിതമായൊരു ഇടപെടൽ കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് റെയിൽവേ അധികൃതരുടെ. അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഇവിടെ മറ്റൊരു ആവശ്യമെന്ന് പറയുന്നത്, ഈ റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്ത് ഉള്ള മരങ്ങളാണ്. ഈ മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു നീക്കണമെന്നൊരു ആവശ്യമുണ്ട്. ഇപ്പോൾ വാർഡ് കൗൺസിലർ TK ഷമീനയുണ്ട്. ഷമീന, ഇത് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം? ഇതിപ്പോൾ 8 മണിയോട് കൂടിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്, ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. രാവിലെ 7:45 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പാതയിലൂടെ ട്രെയിൻ കടന്നു വരുന്നുമുണ്ട്. ഇപ്പോൾ കൗൺസിലർ TK ഷമീന ചേരുന്നു. ഷമീന, ഇത് തുടർച്ചയായി ആവർത്തിക്കപ്പെടുക. ഇതിപ്പോൾ തുടർച്ചയായി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇത് മുന്നേ റെയിൽവേ ചെയ്യേണ്ട ഒരു സംഗതി ഇപ്പം ഈ ഒരു മഴയും കാറ്റും ഒക്കെ വന്നപ്പോൾ ഇത് നേരെ ട്രാക്കിലേക്കും ട്രെയിനിലേക്ക് വികാനൊക്കെ ഉള്ള സാഹചര്യത്തിൽ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇത് ഞാൻ പറയുന്നത് റെയിൽവേ ഒരു സുരക്ഷാ സംവിധാനം പോലും ആ ട്രെയിനാവട്ടെ ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്കാകട്ടെ അങ്ങനെയുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്രവർത്തനം പോലും റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. രാജ്യത്തിന് ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ഈ റെയിൽവേ എന്ന് പറയുന്നത്. എന്നാണ് ഈ മഴക്കാല കാലഘട്ടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ എന്തുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്തുകൂടാ? ഇങ്ങനെയുള്ള വലിയ വലിയ അപകടങ്ങൾ ഇതിന് മുന്നേ ഒഴിവാക്കാൻ പറ്റുമല്ലോ. പക്ഷേ അതിനുള്ള ഒരു കാര്യം പോലും റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, ജനങ്ങളെല്ലാവരും രക്ഷാപ്രവർത്തനം നടത്താം. ഇതൊക്കെ എന്തൊരു പ്രയാസകര, എന്തൊരു സങ്കടകര ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ. ഒരു നടപടി, ഒരു കാര്യം പോലും റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച തന്നെയാണ് എന്ന് പറയാം. തീർച്ചയായും റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ചയായിട്ടാണ് കൗൺസിലർ അടക്കമുള്ളവർ ഈ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, റെയിൽവേയുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ വിഭാഗം ഈ ട്രെയിനിൻ്റെ അവരുടെ വാഹനത്തിൽ ഈ ഭാഗത്തേക്ക് എത്തി അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. ഇത് മരങ്ങൾ ഏകദേശം ഇവിടെ നിന്നും ട്രാക്കിൻ്റെ ഭാഗത്തുള്ള മരങ്ങൾ മുറിച്ചു നീക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് ഉന്തി നിൽക്കുന്ന ഭാഗം മാത്രമാണ് മുറിച്ചു നീക്കാനുള്ളത്. അത് മുറിച്ചു നീക്കിയാൽ ഇനി ഇവരുടെ ഒരു പരിശോധന നടത്തും. ഈ ഒരു ബോഗി, അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ വിഭാഗം വരുന്ന ഈ ബോഗി ഈ ട്രാക്കിലൂടെ ഓടിച്ചുകൊണ്ട് ഒരു പരീക്ഷണം നടത്തും. ഈ ട്രാക്ക് പൂർണ്ണ സജ്ജമാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും റെയിൽവേ അധികൃതർ പരിശോധിക്കുന്നത്. ഇതിപ്പോൾ അരീക്കാട് ഭാഗത്ത് തുടർച്ചയായി 2ാം ദിവസമാണ് റെയിൽവേ ട്രാക്കിൽ മരങ്ങൾ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം കാറ്റിനെ തുടർന്ന് മഴയിലും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. കോഴിക്കോടിൻ്റെ മറ്റ് വിവിധ ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരം അപകടങ്ങളുണ്ട്. ഇവിടെ ഇന്ന് മരം വീണ് വൈദ്യുതി ലൈനിനും തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. മരം വീണ് നമുക്ക് കാണാം ആ ഒരു ട്രെയിൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി വന്ന ആ ബോഗിയിൽ ഇതാ ഇപ്പോൾ 2ാമത്തെ ട്രാക്കിലൂടെ ട്രെയിൻ വരുന്നുണ്ട്. ആളുകളെ മാറ്റുകയാണ് അധികൃതർ. തൊട്ട് ഇപ്പുറത്തുള്ള ട്രാക്കിലൂടെ ട്രെയിൻ കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അത് ഒരു ഭാഗത്തുകൂടി ഇപ്പോൾ ട്രെയിൻ ഗതാഗതമുണ്ട്. മറുഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും ഈ തകർന്നു വീണ ഈ കടപുഴകിയ മരം മുറിച്ചു മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് അധികൃതരുള്ളത്. വൃന്ദ. ശരി റിയാസ്.